ഹലോ ഹലോ ബി, നീ ഓക്കെ അല്ലേടാ? ഹലോ, ഇതാരാ? അതെ, ഈ ഫോണിൻ്റെ ഉടമസ്ഥനെ ഇവിടെ കാർ ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. നിങ്ങളാണ് നമ്മുടെ ലാസ്റ്റ് ഡയൽ ചെയ്ത്, അതുകൊണ്ടാണ് വിളിച്ചത്. ജിയോൺസിൻ്റെ വണ്ടിയാണ് തട്ടിയത്. അതുകൊണ്ട് കേസൊന്നും കൊടുത്തിട്ടൊരു കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വലിയ പണക്കാരുടെ കാറ് തട്ടിയതല്ലേ, ആരും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. ഞങ്ങളെ ഇവിടെ ഓർഫണേജിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിലുണ്ട്. ആക്സിഡന്റ് ഉണ്ടായെന്ന് ജിയോൺസിന്റെ കാർ തട്ടിന്ന്. എബി, നിനക്ക് എന്താ പറ്റി? ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് പെട്ടെന്ന് കാറ് കണ്ണൂർക്ക് എബി, എനിക്ക് കേടായപ്പോ ഞാൻ ഇവിടെ മെക്കാനിക്കിനെ വിളിച്ച് കാത്തു നിൽക്കായിരുന്നു. അപ്പോ പെട്ടെന്ന് കാറ് വന്ന് ഇല്ല, നിനക്കൊന്നും വരില്ല. കണ്ണൂർക്ക് സന്ന പെട്ടെന്ന് ഒരു ടാക്സി വിളിക്ക്. ഡോക്ടർ, ആക്സിഡന്റ് ആയി. പ്ലീസ് ഡോക്ടർ, എങ്ങനെയെങ്കിലും ഒരു രക്ഷിക്കണം. ഓക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നപ്പോൾ ഞങ്ങൾ ചെയ്യും. വേഗം പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാം. എനിക്കൊന്നും വരരുത് മാം, പ്ലീസ് പേഷ്യന്റ് ഇരിക്കും. നമുക്ക് ശ്രമിക്കാൻ ഞങ്ങൾ ചെയ്യും. സന്ന, ഞാൻ കാരണം വെറുതെ ഇതേം കൂടെ നീ ഇങ്ങനെ എല്ലാത്തിനും നിന്നെ തന്നെ കുറ്റം പറയല്ലേ ജീവിക. നമുക്കറിയാലോ, ഇപ്പൊ നീ കൂടെ ഇങ്ങനെ. എനിക്കറിയില്ലാടെ, ഞാനിപ്പോ എങ്ങനെയത് അവൻ്റെ അമ്മയെ വിളിച്ച് പറയുന്നെന്ന്. അവർക്ക് ഒരൊറ്റ മോനായത്, അവർക്കത് സഹിക്കില്ല. എങ്ങനെയാടി ഞാനത് പറയാ? ഹലോ ആൻറ്റി, ജീവികയെ സംസാരിക്കുന്നത്. എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഇപ്പോൾ സിറ്റി ഹോസ്പിറ്റലിലുള്ള പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സ് അവർ പെട്ടെന്ന് റിസപ്ഷനിലേക്ക് ചെല്ലണം. കുറേ കാര്യങ്ങൾ സൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ ഡോക്ടർ, എനിക്കെങ്ങനെയുണ്ട്? പേഷ്യൻ്റ് ഓക്കെയാണ്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സക്സസ് ആണ്. ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ മാത്രമേ ആർക്കും കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ICUലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. സന്ന, എനിക്കിപ്പോഴും സമാധാനമായത്. നീ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന്? ആടി, അതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. ഇനി പെട്ടെന്ന് സുഖമായി മാത്രം മതി. ആഹാ, മഹാന്റെ പള്ളി ഉറക്കം കഴിഞ്ഞു. ഇത്ര ലേറ്റായോ? ഇത് ലേറ്റല്ല, ഒരുപാട് നേരത്തെയാ. സാധാരണ 2 ദിവസം കഴിഞ്ഞല്ലേ എഴുന്നേക്കാറ്. ഇതിപ്പോ ഇന്ന് തന്നെ എഴുന്നേറ്റല്ലോ. 50 മിസ് കോൾസ്. ഓ,
അമ്മച്ചി എന്നെ തീർത്ത തന്നെ ഇന്ന്. എന്തിനാണ് ഇത്ര കോൾസ് വന്നത്? ഞാൻ വല്ല ഓഫീസ് മീറ്റിങ്ങിലാണെന്ന് കരുതേണ്ടതാണല്ലോ. എന്തു പറ്റി? ഇത്തവണ പതിവില്ലാണ്ടാണല്ലോ, എന്തോ കാര്യമായി നടന്നിട്ടുണ്ട്. ഇനി ചെന്ന് ഫ്രഷായി വന്നിട്ട് എന്താന്ന് വെച്ചാൽ മുടിഞ്ഞോളൂ. നത്തിങ് ന്യൂ ജെഫ്, എൻ്റെ യൂഷ്വൽ തിങ്സ്. നിനക്കറിയില്ലേ എപ്പോഴാണ് ഞാൻ ഇവിടേക്ക് വരാറത്? യാ, യൂഷ്വൽ തിങ്സ്. ഞാൻ ന്യൂസിൽ കണ്ടു. ബൈ ദ വേ, നിന്റെ കാറിൻ്റെ ഫ്രണ്ടിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടല്ലോ, അതിന് എന്തിൻ്റെ ആണാവോ? ബട്ട് ജെഫ്, ഇന്നലെ അത്ര യൂഷ്വൽ അല്ലാത്തൊരു കാര്യം നടന്നു. ആൻഡ് എനിക്കറിയില്ല ഏത് സമയത്താണ് ഞാനെന്ന്. ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് ഗോട്ട് ലോസ്റ്റ്. അതെൻ്റെ കയ്യിൽ നിന്ന് പോയി. അമ്മച്ചി, പ്രിൻസേ, എന്താ നിനക്ക്? വിളിച്ചെടുത്തൂടെ? എത്ര വട്ടം നിന്നെ വിളിച്ചു? ഇത്രമത്തെ തിരക്ക് എന്താ നിനക്ക്? ഇന്നലെ രാത്രി വന്ന് നിന്നെ വിളിക്കാൻ തുടങ്ങിയതാണല്ലോ. ഞാൻ ബിസി ആയിരുന്നു അമ്മച്ചി, വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഞാൻ അമ്മച്ചിയുടെ കോൾ എടുക്കാതിരിക്കുമോ? കോൾ കണ്ടാൽ ഞാൻ എടുക്കുമെന്ന് അറിയാമല്ലോ. ഞങ്ങൾ എവിടെ ഉള്ളെന്നറിയാം നിനക്ക്? ഹോസ്പിറ്റലിൽ. നീ അമരയുടെ മൂക്കിട്ട് അടിച്ചല്ലേ? എന്താ പ്രിൻസ് നിനക്ക്? എന്താ നിനക്ക് പറ്റിയത്? അത് എൻ്റെ ബോക്സിൻ്റെ ഇടയിൽ അവൾ വന്നപ്പോൾ. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഉടനെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തണം. അത്രയേ ഉള്ളൂ, മനസ്സിലായല്ലോ? ഇപ്പം ഞാൻ വരണോ? എനിക്കൊന്നും കേൾക്കണ്ട. വരാം. ഓക്കെ. എന്ത്? ഞാൻ കേട്ട ശരിയാണോ? നീ അമ്മയുടെ മൂക്കടിച്ച് പൊളിച്ചെന്നോ? എന്താണ് അവർക്ക് പറ്റിയത്? അവസാനം ഞാൻ കൊടുത്തതൊക്കെ അതൊക്കെ ഒന്ന് കിട്ടേണ്ടി തന്നെയായിരുന്നു. പാവം പെണ്ണ്, നിന്നെയൊക്കെ പ്രേമിച്ചതിനെ അവൾക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണത്. അടുത്ത് നോ ജെഫ്, നോ. ഇനി നിന്നെ കൂടെ എനിക്ക് വയ്യ. കാര്യങ്ങളെല്ലാം ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞു തരാം. ഓക്കെ, സ്റ്റോപ്പ്. എന്റെ കർത്തവ്യം എന്തൊക്കെ കേൾക്കണം. പാവം പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിൽ പോകുമ്പോ പാവം മൂക്കിൽ ചോരൊലിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഓ, ഫീലിംഗ് സാഡ്? എന്താ, നമുക്ക് കമ്മിന് കൊടുക്കണോ? വേണേ പറഞ്ഞാൽ മതി. നിന്നെ നമുക്ക് ഇടിച്ച് പറഞ്ഞാൽ എനിക്കറിയാം. മതിയേക്ക്, വാ. ഓ, എന്നെ അടിക്കൂ? എന്നാ നീ അടിക്കടാ. അല്ലെങ്കിൽ മനുഷ്യരുടെ ഇനക്കോട്ട് നിൽക്കാം. ഇവൻ ഇന്നലെ കാര്യമായിട്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ചെന്നാൽ ഫ്രഷ് ആയി ഡ്രസ്സ് മാറ്റും, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോവാം. നമ്മളെ ഹോസ്പിറ്റലിൽ ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഒരുപാട് രോഗികളാണ്. അല്ലാതെ ഈ ചീഞ്ഞ് മൂഷിഞ്ഞ് നാറ് പോയാലേ എൻ്റെ അമ്മച്ചിരിക്കും ആദ്യം തന്നെ തൂക്കുന്നത്. ഈ കുടിക്കുകയും വലിക്കുകയും ഇല്ലാത്ത മാന്യമെന്നല്ലേ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോഴും സ്മെല്ലടിക്കുന്നുണ്ട്. വാട്ട് എവർ. ലെറ്റ്സ് ഗോ. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത് ശരിയാവില്ല. നീ ഡ്രൈവ് ചെയ്യും. ശരി, ഞാൻ ഡ്രൈവ് ചെയ്യാം. സന്ന എഴുന്നേക്കടി, രാവിലെ ആയെന്ന് തോന്നുന്നു. ഞാനൊന്ന് വാഷ്റൂമിൽ പോയി മുഖം കഴുകിയിട്ട് വരാം. നീ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നീ ഇവിടെ നിന്നോ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഓക്കെ? ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, എന്തൊക്കെ കോമഡി കേൾക്കണമെന്ന. എന്റെ പൊന്നമ്മ എന്നാൽ ഇത്ര പരാക്രമങ്ങൾ കാണിച്ചുകൊണ്ടാണോ വന്നത്? ആ ആക്സിഡന്റ്, പിന്നെ ആ രണ്ടവന്മാരെ തട്ടിയതെല്ലാം കണ്ടപ്പോ എനിക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് നീ അവിടെ ജനവാതിലും പിടിച്ച് കയറിച്ചല്ലോന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചല്ല. Come on, Jeff, stop. മതി. കാറിൽ മുഴുവൻ ചിരിക്കുമായിരുന്നല്ലോ, ഇനിയെങ്കിലും ഒന്ന് നിർത്തും. എന്തായാലും കൊള്ളാം. അറിഞ്ഞിരിക്കുക ഒരു കാര്യമായല്ലോ. ഇപ്പൊ ഞാൻ ആരോട് കണ്ടതറിയോ? നിനക്ക് ഉറപ്പാണോ? പ്രിൻസിപ്പോ കണ്ടതാണ്. ചിലപ്പോ നിനക്ക് തോന്നിയായിരിക്കും, അല്ലെങ്കിൽ അയാള് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ എങ്ങനെ നമ്മൾ ഹോസ്പിറ്റലുകൾ അറിഞ്ഞേ?
എന്താ നീ അയാൾ നമ്മളെ ടാർഗറ്റ് ചെയ്ത് വന്ന പോലെ തന്നെ പറയുന്നത്? ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവടി, അല്ലെങ്കിൽ ഈ പബ്ലിക് പ്ലേസിൽ നമ്മൾ എന്തിനാളെ പേടിക്കുന്നേ? എൻ്റെ പൊന്നു ചേപ്പേ, നിനക്കറിയാലോ പൊതുവെ എനിക്ക് ഹോസ്പിറ്റലിലെ കണ്ടീഷൻ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതൊരു ഏരിയയാണിത്. എസ്പെഷ്യലി ഫോർ ദാറ്റ് അമീറ. ഹൗ മച്ച് ഐ എം ഹേറ്റിംഗ് ദിസ് തിങ്സ്, യു നോ. ഈ കമ്മിറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. നീയല്ലേ ഒരു കൊട്ടം പൂവും 4 പെട്ടി ചോക്ലേറ്റ് ഒക്കെ വാങ്ങി വന്നേക്കുന്നേ, അതും അവളെ സോപ്പാക്കാൻ. പിന്നെ അവളുടെ മൂക്കിടിച്ച് വിളിച്ചിട്ട് നേരെ ചെന്ന് തല കൊമ്പിട്ട് സോറി പറഞ്ഞ് എല്ലാം സോൾവ് ആവുന്നുണ്ടോ എൻ്റെ വിചാരിച്ചത്? ബി പ്രാക്ടിക്കൽ ചെഫ്. ഈ പെമ്പിള്ളേർക്ക് പൂവും ചോക്ലേറ്റും വേണ്ടി ഒരു കളിയില്ല. ആൻഡ് സീരിയസ്ലി ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചൊരു അബദ്ധം, അത് അമേരിക്ക കൊടുത്തൊരു ഇടി മാത്രം. ആൻഡ് അതും ഒരു കണക്കിന് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ആ പെണ്ണ് കുറേ കാലമേ എൻ്റെ തല തിന്നാൻ തുടങ്ങിയിട്ട്. എത്രയും പെട്ടെന്ന് ഈ ഫ്ലവേഴ്സും ചോക്ലേറ്റും അവളുടെ തലയിൽ കൊണ്ട് ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. ഓൺലി ഫോർ സേക്ക് ഓഫ് മൈ മദർ. എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി മാത്രം ഞാൻ കുടിക്ക് വന്നത്, അല്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് കെയർ. എൻ്റെ അമ്മച്ചിക്ക് വിഷമാവും ഞാൻ അവളെ നല്ലോണം കെയർ ചെയ്തില്ലെങ്കിൽ. വാട്ട് എ ഫേറ്റ്. അമ്മച്ചി, അമീറ ഓക്കെ അല്ല അമ്മച്ചി? ഇന്നലെ എനിക്ക് അറിയില്ല അമ്മച്ചി, ഞാൻ ബോക്സിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവള് പെട്ടെന്ന് കയറി വന്നു. സാരമില്ല മോനെ, എനിക്കറിയാം നീ മനഃപൂർവ്വം അല്ല ചെയ്തതെന്ന്. അമീറ, റിയലി സോറി ഡാർലിംഗ്. എനിക്കറിയില്ലേ, ഞാൻ ബോക്സിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ വന്നത്. ഞാൻ വിചാരിച്ചത് നിനക്ക് ചെറിയ ശ്രദ്ധ ഇങ്ങനെ തട്ടിപ്പോയെന്ന് ഞാൻ കരുതുള്ളൂ. ഇത്രയും വലിയ ഫ്രാക്ചർ ഉണ്ടാവും ഞാൻ ഒട്ടും കരുതിയില്ല ബേബി. ഐ എം സോ സോറി. Take my apology. This flowers, this chocolate, everything's for you. എനിക്കറിയാം ഇതുകൊണ്ടൊന്നും ഉണ്ടായ വേദന മാറ്റാൻ കഴിയില്ലെന്ന്. ബട്ട് what can I do? എന്നാലും നിനക്കൊന്നാളെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിക്കൂടായിരുന്നു പെട്ടെന്ന്? എൻ്റെ പൊന്നമ്മച്ചി, അമ്മച്ചിക്ക് അറിയാലോ അവൾക്ക് വയ്യാണ്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയേനെ. പക്ഷെ ഞാൻ കണ്ടില്ല അമ്മച്ചി. പെട്ടെന്ന് അവള് പോവുകയും ചെയ്തപ്പോൾ ഞാൻ കരുതി അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലെന്ന്. അതല്ലേ? ഭയങ്കര. ശരി, സാരമില്ല. അമ്മയുടെ മോളെ ഇതിനൊക്കെ കെട്ട് കഴിഞ്ഞിട്ട് നീ തിരിച്ചു കൊടുത്താൽ മതി കേട്ടല്ലോ. അമ്മച്ചി ഫുൾ സപ്പോർട്ട്. അതെ മീറ, നിനക്ക് വേണേ എന്നെ തിരിച്ചു തല്ലിക്കും, എന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ എന്നോട് പിണങ്ങിയിരുന്ന. പിന്നെ പ്രിൻസെ, ഇവിടുന്ന് പെട്ടെന്ന് മുങ്ങാന്ന് വിചാരിക്കണ്ട, ഉടനെ ഉണ്ടാവണം. വർക്കെന്ന് പറഞ്ഞെങ്കിലും പോയാലാ. ഞാൻ നംസരിച്ചതിനോട് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. നീ ഇവിടെ ഉണ്ടാവണം കേട്ടല്ലോ. അമേരിക്ക വയ്യാത്തതാ, അപ്പൊ നീ വേണം അവളെ ശുശ്രൂഷിക്കാൻ. അല്ല അമ്മച്ചി, ഞാനും ജെഫും ഇവിടെ ഉണ്ടാവും. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല അമ്മച്ചി, ഒന്നും കഴിച്ചില്ല. പെട്ടെന്ന് ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഓടി വരുമായിരുന്നു. പെട്ടെന്ന് പോയി ക്യാൻറ്റീൻ വല്ലതും കഴിച്ചിട്ടോ. ഇതൊക്കെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കോ, പെട്ടെന്ന് വേണം. ജെഫേ വേടാ, നമുക്ക് വിശക്കുന്നുണ്ടാവല്ലോ, ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരാം. അല്ലാതെ അമേരിക്ക വേണ്ടിയിരിക്കുമ്പോൾ എനിക്ക് വിശപ്പൊന്നും അടുത്തോടെ പോലും പോകുന്നില്ല. നമുക്ക് റിസപ്ഷനിൽ ചോദിച്ചു നോക്കാം. ഹായ്, അത് നോക്കിക്കേ പ്രിൻസേ, ക്യാൻറ്റീനിൽ വന്നാൽ നീ ഒന്നും കഴിക്കാൻ പോണില്ല കേട്ടല്ലോ. ആ മേറയുടെ അപകടത്തിൽ സങ്കടപ്പെട്ടിരിക്കുകയല്ലേ? അല്ല പിന്നെ ഞാനിവിടെ നിൽക്കണം പോലെ എന്തിനാടാ എന്നും കൂടെ ബലി കൊടുക്കുന്നത്? നീ എന്ത് ഫ്രണ്ടാടാ? ഒരു ആവശ്യം വരുമ്പോൾ നിന്നെ അല്ലാതെ പിന്നെ ആരെയും ഉപയോഗിക്കാം. നടന്ന നീ. വെയിറ്റ് മിനിറ്റ്. മാം, ഇവിടെ ജോൺ ഫാമിലിയിൽ ആരെങ്കിലും അഡ്മിറ്റഡ് ആണോ? അതെ, ഇവിടെ ഒരു ജോൺ ഫാമിലി മെമ്പർ അഡ്മിറ്റഡ് ആണ്. ഫർദർ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. കണ്ടോ സന്ന, ഇവിടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ അഡ്മിറ്റഡ് ആണ്. അതാ വെറുതെ പേടിക്കാനായിട്ട്. നീ വാ, ചിലപ്പോൾ ലിപിയുടെ അമ്മ ചെന്നിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സന്നീതന്റെ റൂമിൽ നിന്ന് സ്മോക്ക് വരുന്നേ. ലിപി, ഡോക്ടേഴ്സ് നേഴ്സൊക്കെ എവിടെ?
ഡോക്ടർ ഡോക്ടർ Hi. Hey. Good morning. For me.